differential scanning calorimetry. Differential scanning calorimetry. അല്ലെങ്കിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് DSC, differential scanning calorimetry or DSC. This technique is used to study the polymers. This technique is used to study the polymers. It's also used to study the thermal transitions of polymer or sample. ഏത് സാമ്പിൾ ആയാലും അതിൻ്റെ തെർമൽ ട്രാൻസിഷൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇനി എന്തിനാ കലോറിമീറ്റർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതിൽ വിച്ച് മെഷേഴ്സ് ദ ഹീറ്റ്, സാമ്പിളിന്റെ ഹീറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കലോറിമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ഡിഫറൻഷ്യൽ കലോറിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മെഷേഴ്സ് ദ ഹീറ്റ് ഓഫ് ദ സാമ്പിൾ വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ്. ഇവിടെയും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഒരു സാമ്പിളും യൂസ് ചെയ്യുന്നുണ്ട്, ഒരു റെഫറൻസ് മെറ്റീരിയലും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ആ ടെക്നിക്ക് എന്ന് നമുക്ക് നോക്കാം. ഇനി ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ ഒരു സെയിം റേറ്റില് എന്ത് ചെയ്യും? സാമ്പിളിനും റെഫറൻസ് മെറ്റീരിയലിനും ഹീറ്റ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ സാമ്പിളിൻ്റെയും റെഫറൻസ് മെറ്റീരിയലിൻ്റെയും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് 0 ആക്കാൻ നമ്മൾ എന്തോരം ഹീറ്റ് അതിനോട് കൊടുക്കുന്നുണ്ട്, അതാണ് ഇവിടെ ഇറ്റ് ഈസ് റെക്കോർഡഡ് ആസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. അതാണ് DSC എന്ന് പറയുന്നത്. DTL എന്താ നമ്മൾ ചെയ്തത്? രണ്ടും തമ്മിൽ ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് വിച്ച് ഈസ് റെക്കോർഡഡ് ആസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇവിടെ എന്താ ചെയ്യുന്നത്? രണ്ടിനും നമ്മൾ സെയിം റേറ്റിൽ ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ സെയിം റേറ്റിൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് 0 ആക്കാൻ എത്ര എനർജി നമ്മൾ അതിനോട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ദിസ് എനർജി അല്ലെങ്കിൽ ഹീറ്റ് ഈസ് റെക്കോർഡഡ് ആസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. അതിനെയാണ് DSC ടെക്നിക്ക് എന്ന് പറയുന്നത്. The energy necessary to establish a 0 temperature difference between substance and reference material is recorded as a function of temperature when both are heated at a uniform rate. ഇനി സാമ്പിളിനെയും റെഫറൻസ് മെറ്റീരിയലിനെയും ഹീറ്റ് ചെയ്യാൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സെപ്പറേറ്റഡ് ഹീറ്റേഴ്സ് ആയിരിക്കും. എന്നിട്ട് ആ ടെമ്പറേച്ചർ ഈക്വൽ ആവാൻ വേണ്ടി നമ്മൾ എന്തോരം എനർജി കൊടുക്കുന്നുണ്ട്, വിച്ച് ഈസ് റെക്കോർഡഡ് ആസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇനി ഇതിൽ നമുക്ക് എന്ത് കിട്ടും? എൻഡോതെർമിക് റിയാക്ഷൻസും കിട്ടും, എക്സോതെർമിക് റിയാക്ഷൻസ് കിട്ടും. ഇനി എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? If sample absorbs some amount of heat during phase transition, then reaction is said to be endothermic. ഇനി എൻഡോതെർമിക് റിയാക്ഷൻ ആവോ which require more energy to maintain 0 temperature difference between sample and reference. എൻഡോതെർമിക് ആവുമ്പോൾ എന്താ? ഹീറ്റ് റിക്വയർഡ് ആണ്. അപ്പോൾ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് 0 ആക്കാൻ നമ്മൾ കൂടുതൽ എനർജി അതിന് ആവശ്യമായിട്ട് വരും. ഇനി എൻഡോതെർമിക് റിയാക്ഷൻസ് ഏതൊക്കെയാണ്? മെൽറ്റിംഗ്, ബോയിലിംഗ്, സബ്ലിമേഷൻ, വേപ്പറൈസേഷൻ, അതൊക്കെയാണ് എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി എക്സോതെർമിക് റിയാക്ഷൻ ആവുമ്പോൾ ഫേസ് ട്രാൻസിഷൻസ് ആ എമൗണ്ട് എന്ന് പറയുന്നത് ലെസ് എനർജിയെ ആവശ്യമായിട്ട് വരുള്ളൂ. 0 ടെമ്പറേച്ചർ ഡിഫറൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇറ്റ് റിക്വയർഡ് ലെസ് എനർജി. ഡീഗ്രഡേഷൻ, പോളിമറൈസേഷൻ, അതൊക്കെയാണ് എക്സോതെർമിക് റിയാക്ഷനിൽ വരുന്നത്. ഒരു ചെറിയൊരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പോളിമർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പോളിമർ എടുത്തിരിക്കുന്നു, ഒരു റെഫറൻസ് പാൻ എടുത്തിട്ടുണ്ട്, റെഫറൻസ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഹീറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ബ്ലോക്കാണ് ഹീറ്റേഴ്സ്. ഒരു രണ്ടിനും നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ആ ടെമ്പറേച്ചർ ഡിഫറൻസ് 0 ആക്കാൻ വേണ്ടി എന്തോരം എനർജി സപ്ലൈ ചെയ്യുന്നു, അത് നമ്മളൊരു എന്ത് ചെയ്തിരിക്കുന്നു? ടെമ്പറേച്ചർ കമ്പ്യൂട്ടർ മോണിറ്ററിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. രണ്ട് പാൻസ് നമ്മളെടുത്തു. സാമ്പിൾ പാനും ഉണ്ട്, അതേപോലെ റെഫറൻസ് പാനും ഉണ്ട്. രണ്ട് പാനുകൾ നമ്മൾ ഹീറ്ററിന്റെ മുകളിൽ വെച്ചു. അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് കമ്പ്യൂട്ടർ വെച്ചിട്ടാണ്. ദെൻ
കമ്പ്യൂട്ടർ വെച്ച് നമ്മൾ ആ ഹീറ്ററിന് ഓപ്പറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, യൂണിഫോം റേറ്റിലാണ് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുന്നത്. അങ്ങനെ യൂണിഫോം റേറ്റിൽ ഹീറ്റ് ചെയ്തതിന് ശേഷം എന്തോരം എനർജി അതിൻ്റെ 0 ടെമ്പറേച്ചർ ഡിഫറൻസിൽ വേണം, വിച്ച് ഈസ് റെക്കോർഡഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇനി ഈ ഹീറ്റേഴ്സിന് നമ്മൾ സെയിം റേറ്റിലല്ല ഹീറ്റ് ചെയ്യുന്നുണ്ടാവും. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് രണ്ട് പാനുകളും ഡിഫറെൻ്റ് ആണ്. ഒരെണ്ണത്തിൽ എന്തുണ്ട്, സാമ്പിൾ ഇരിക്കുന്നുണ്ട് അല്ലേ, മറ്റേതിൽ എന്താ, റെഫറൻസ് മെറ്റീരിയൽ ആണ് ഇരിക്കുന്നത്. അപ്പോൾ പോളിമർ സാമ്പിൾ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ മെറ്റീരിയൽ ആണ്. ഇനി അപ്പോൾ ആ എക്സ്ട്രാ മെറ്റീരിയലിനെ മറ്റേ റെഫറൻസ് മെറ്റീരിയലിനേക്കാളും ഹീറ്റ് വേറെ ആയിരിക്കും ആവശ്യമായിട്ട് വരിക. അപ്പോൾ ഒരു സെയിം റേറ്റിലല്ല നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഹീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഒരു യൂണിഫോം റേറ്റിലാണ് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സാമ്പിൾ പാനിനും റെഫറൻസ് പാനിനും ഡിഫറെൻറ്റ് ഹീറ്റേഴ്സ് യൂസ് ചെയ്യാനുള്ള കാരണം അതാണ്. One has polymer in it and one doesn't. Reference material illa. The polymer sample means there is a extra material in the sample pan. Having extra material means that it will take more heat to keep the temperature of the sample pan increasing at the same rate as the reference pan. അതുകൊണ്ടാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹീറ്റേഴ്സ് അതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി DSC കർവ് നമുക്കൊന്ന് നോക്കാം. DSC കർവ് നമ്മൾ എടുക്കുമ്പോൾ the heat flux is plotted against temperature or time. Heat flux എന്ന് പറഞ്ഞാൽ എന്തോരം എനർജി അതിന് വേണ്ടി വന്നു, ആ ഹീറ്റ് ഫ്ലക്സ് ആണ് which is plotted against temperature or time. ഇനി നമുക്കറിയാം എക്സോതെർമിക് റിയാക്ഷൻസും ഉണ്ട്, എൻഡോതെർമിക് റിയാക്ഷൻസും ഉണ്ട്. അതിനനുസരിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള പീക്കുകൾ നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഇനി ഈ കർവ് യൂസ് ചെയ്ത് വി ക്യാൻ കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ഓഫ് ട്രാൻസിഷൻ. ഇങ്ങനെ എൻതാൽപ്പി ഓഫ് ട്രാൻസിഷൻ കണ്ടുപിടിക്കാൻ ബൈ ഇന്റഗ്രേറ്റിംഗ് ദ പീക്ക് വി ഗെറ്റ് ദ എൻതാൽപ്പി ഓഫ് ട്രാൻസിഷൻ. എൻതാൽപ്പി ഓഫ് ട്രാൻസിഷൻ ആണുള്ള ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു കെ എ, where K is the calorimetric constant, A is the area under the peak. അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഏരിയ അണ്ടർ ദ പീക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻതാൽപ്പി ട്രാൻസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Then the area under the peak is directly proportional to heat absorbed or evolved by the reaction. The height of the peak is directly proportional to rate of the reaction. ഇതൊക്കെയാണ് DSC കർവ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഹീറ്റ് ഫ്ലക്സ് അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടൈമാണ് പ്ലോട്ട് ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് എൻതാൽപ്പി കണ്ടുപിടിക്കുക എങ്ങനെയാണ്, ബൈ ഇന്റഗ്രേറ്റ് ദ പീക്ക് കറസ്പോണ്ടിങ് ടു ഗിവൺ ട്രാൻസിഷൻ. പിന്നെ ഏരിയ അണ്ടർ ദ പീക്ക് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹീറ്റ് അബ്സോർബ് ഓർ ഇവോൾവ് ബൈ ദ റിയാക്ഷൻ. ദെൻ ഹൈറ്റ് ഓഫ് ദ പീക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഇനി അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇൻസ്ട്രുമെന്റൽ ഫാക്ടേഴ്സും ഉണ്ട്, സാമ്പിൾ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. ഇൻസ്ട്രുമെന്റൽ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നത് ഫർണസ് ഹീറ്റിംഗ് റേറ്റ്, റെക്കോർഡിംഗ് സ്പീഡ്, ഫർണസ് ടെമ്പറേച്ചർ, സാമ്പിൾ ഹോൾഡറിന്റെ ജോമെട്രി, അതുപോലെ സെൻസിറ്റിവിറ്റി ഓഫ് ദ റെക്കോർഡിംഗ് സിസ്റ്റം ആൻഡ് ഓൾസോ ദ കോമ്പോസിഷൻ ഓഫ് സാമ്പിൾ കണ്ടെയ്നർ, സാമ്പിൾ ഹോൾഡറിന്റെ കോമ്പോസിഷൻ. ഇതെല്ലാമാണ് ഇൻസ്ട്രുമെന്റൽ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നത്. ഇനി സാമ്പിളിന്റെ ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് DSC കർവ് എഫക്റ്റ് ചെയ്യുന്നത്? Amount of the sample, nature of the sample, sample packing, solubility of evolved gas in the sample, particle size, then heat of the reaction. രണ്ട് തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഹീറ്റ് ഫ്ലക്സ് DSC ഉണ്ട്, പവർ കോമ്പൻസേഷൻ DSC ഉണ്ട്. രണ്ട് തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഹീറ്റ് ഫ്ലക്സ് DSC, പവർ കോമ്പൻസേഷൻ DSC. അതിന് തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് പഠിക്കാം. ഹീറ്റ് ഫ്ലക്സ് DSC ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിൾ ഹോൾഡർ എന്ന് പറയുന്നത് പ്ലാറ്റിനം, അലുമിനിയം, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഈ സെയിം പാനുകൾ തന്നെയാണ് പവർ കോമ്പൻസേറ്റഡ് DSCയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അലുമിനിയം, പ്ലാറ്റിനം, സ്റ്റെയിൻലെസ് സ്റ്റീൽ പാൻസുകൾ.
ഇനി സെൻസേഴ്സ് എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ്. ഹീറ്റ് ഫ്ലക്സ് DSCയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻസർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ സെൻസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സാധാരണ അത് തെർമോകപ്പിൾസ് ആയിരിക്കും. സാമ്പിളിനും റെഫറൻസിനും സെയിം തെർമോകപ്പിൾ തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതേസമയം പവർ കോമ്പൻസേറ്റഡ് DSC എടുക്കുകയാണെങ്കിൽ പ്ലാറ്റിനം റെസിസ്റ്റൻസ് തെർമോകപ്പിൾസ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. സാമ്പിളിനും റെഫറൻസ് സാമ്പിളിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള സെൻസേഴ്സും ഹീറ്റേഴ്സും ആയിരിക്കും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ ഡയഗ്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. അതായത് ഇവിടെ സെയിം സിംഗിൾ ഹീറ്റ് സോഴ്സ് ആണ് സാമ്പിളിനും റെഫറൻസിനും യൂസ് ചെയ്യുന്നത്. അതേസമയം പവർ കോമ്പൻസേറ്റഡ് മെത്തേഡ് നോക്കുമ്പോൾ സാമ്പിൾ വേറെ കണക്ട് ചെയ്തിരിക്കുന്നു, റെഫറൻസ് വേറെ ഹാൻഡ്. അപ്പൊ ഇൻഡിവിജ്വൽ ഹീറ്റേഴ്സും അതേപോലെ ഇതാണ് പ്ലാറ്റിനം, ഇൻഡിവിജ്വൽ പ്ലാറ്റിനം സെൻസേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു സാമ്പിളാണ്, കോമൺ ആയിട്ടുള്ള ഒരു ഹീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫർണസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹീറ്റ് ഫ്ലക്സ് എടുക്കുമ്പോൾ ഒരു ബ്ലോക്കേ ഉള്ളൂ സാമ്പിളിനും റെഫറൻസിനും കൂടി. ഇവിടെ ആയിരിക്കും നമ്മൾ എന്താ സെപ്പറേറ്റ് ബ്ലോക്കുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഇതൊരു സിംഗിൾ ബ്ലോക്കിലാണ് ഹീറ്റ് റിഫ്ലക്സ് വെച്ചിരിക്കുന്നത്. പവർ കോമ്പൻസേറ്റഡ് DSCയിൽ എങ്ങനെയാ? സാമ്പിളിന് ഒരു ബ്ലോക്ക് ഹീറ്റേഴ്സ് ഉണ്ട്, റെഫറൻസിന് അടുത്ത ബ്ലോക്ക് ഹീറ്റേഴ്സ് കാണാനായിട്ട് പറ്റും. ഇനി അതിന്റെ ടെമ്പറേച്ചർ, ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാല് the temperature difference between sample and reference is converted to differential thermal power, which is supplied to the heaters to maintain the temperature of the sample and reference at the program value. ഇവിടെ എന്താ ചെയ്യുന്നത്? സാമ്പിളും റെഫറൻസ് ടെമ്പറേച്ചറും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് മെഷർ ചെയ്തിട്ട് അതിനെ ഡിഫറൻഷ്യൽ തെർമൽ പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? The differential thermal power supply is applied to heaters to maintain the temperature of the sample and reference to maintain same temperature. ഇവിടെ നമ്മൾ ഡിഫറൻഷ്യൽ തെർമൽ പവർ ഇതിലോട്ട് സപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ സപ്ലൈ ചെയ്ത് ഇത് തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് 0 ആക്കുന്നു. ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹീറ്റ് ഫ്ലക്സ് DSC ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? സാമ്പിൾ ടെമ്പറേച്ചറും റെഫറൻസ് ടെമ്പറേച്ചറും മെഷർ ചെയ്യും. ആ ടെമ്പറേച്ചർ ഡിഫറൻസ് മെഷർ ചെയ്തതിന് ശേഷം അത് നമ്മൾ ഡിഫറൻഷ്യൽ തെർമൽ പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആ ടെമ്പറേച്ചറും രണ്ട് ടെമ്പറേച്ചറുകളും സെയിം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ എത്രയാക്കി അതിനെ കൺവേർട്ട് ചെയ്യണം, അതാണ് ചെയ്യുന്നത്. അതേസമയം പവർ കോമ്പൻസേറ്റഡ് DSCയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ ടെമ്പറേച്ചറുകൾ, സാമ്പിൾ ടെമ്പറേച്ചറും റെഫറൻസ് ടെമ്പറേച്ചറും 0 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഡിഫറൻസ് 0 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര ഡിഫറൻഷ്യൽ പവർ നമ്മൾ ഹീറ്റേഴ്സിലോട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്, അതാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ? സാമ്പിൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യും, റെഫറൻസ് ടെമ്പറേച്ചർ മെഷർ ചെയ്യും ഹീറ്റ് ഫ്ലക്സ് DSCയിൽ. എന്നിട്ട് ആ ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷ്യൽ തെർമൽ പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അത് തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് 0 ആക്കി മെയിൻറ്റെയിൻ ചെയ്യാം. അതേസമയം പവർ കോമ്പൻസേഷൻ DSCയിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ പവർ ആണ് സപ്ലൈ ചെയ്യുന്നത്. പവർ എങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത്? ആ ടെമ്പറേച്ചർ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പവർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റേഴ്സിലോട്ട് സപ്ലൈ ചെയ്യുന്നു. അതാണ് പവർ കോമ്പൻസേറ്റഡ് DSC എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫാക്ടേഴ്സ് നമുക്കൊന്ന് നോക്കാം. സാമ്പിൾ ഷേപ്പ് ഫോർ DSC. തിന്നായിട്ടുള്ള സാമ്പിളുകളാണ് നമ്മൾ DSCയിൽ യൂസ് ചെയ്യുന്നത്. Then the shape of the sample is like so that it cover as much as bottom of pan as possible. നമ്മൾ അതിനെ കവർ ചെയ്ത് വെക്കണം. ഇനി തിന്നായിട്ടുള്ള സാമ്പിൾ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ സാമ്പിളിനെ കട്ട് ചെയ്ത് തിൻ ഫോമിലേക്ക് ആക്കണം. ഇനി ഒരു പെല്ലറ്റ് ഷേപ്പിലുള്ള സാമ്പിൾ ആണെങ്കിൽ അതിനെ നമ്മൾ ക്രോസ് സെക്ഷൻ ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി പൗഡേർഡ് ഫോമിലുള്ള സാമ്പിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പാനിന്റെ ബോട്ടത്തിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യണം.
ഇതൊക്കെയാണ് ഡിഫറെന്റ് സാമ്പിൾ ഷേപ്പുകൾ എന്ന് പറയുന്നത്. ഇനി സാമ്പിൾ പ്രിപ്പറേഷൻ 3 to 20 milligram ആണ് നമ്മൾ സാമ്പിളിന്റെ വെയിറ്റ് എടുക്കാറുള്ളത്. ഇനി സാമ്പിൾ പ്രിപ്പറേഷന് നമ്മൾ യൂസ് ചെയ്യുന്നത് 0.1 ml ഓഫ് ഇനേർട്ട് അല്ലെങ്കിൽ ട്രീറ്റഡ് ആയിട്ടുള്ള മെറ്റൽസ്, അലുമിനിയം, പ്ലാറ്റിനം, നിക്കൽ മെറ്റൽസ് ഒക്കെയാണ് സാമ്പിൾ പ്രിപ്പറേഷന് നമ്മൾ സാമ്പിൾ പാൻ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാൻസ് ഉണ്ട്. ഓപ്പൺ പാനുകളുണ്ട്, പിൻ ഹോൾ പാൻ ഉണ്ട്, അതേപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള പാനുകളെല്ലാം തന്നെ ഉണ്ട്. റെഫറൻസിനും സാമ്പിൾ മെറ്റീരിയലിനും നമ്മൾ സെയിം മെറ്റീരിയലും കോൺഫിഗറേഷനുമുള്ള സാമ്പിൾ പാനുകളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, കവർ ചെയ്ത് വെക്കണം. പിന്നെ ഓവർ ഫില്ലിങ് പാനിൽ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇനി DSC വെച്ച് നമുക്ക് എന്തൊക്കെ മെഷർ ചെയ്യാനായിട്ട് പറ്റും? ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ മെഷർ ചെയ്യാം, മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, crystallization time and temperature, percentage of crystallinity, heat of fusion and reaction, specific heat capacity, thermal stability, reaction kinetics and purity. ഇതെല്ലാം തന്നെ DSC വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. Next one, applications of DSC. Applications of DSC. First application എന്ന് പറയുന്നത് determination of heat capacity. By the DSC, we can find out the heat capacity of polymers. Using this heat capacity, we can find out the glass transition temperature and also find out the crystallinity. ഈ ഹീറ്റ് കപ്പാസിറ്റി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ പോളിമറിന്റെ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ ക്രിസ്റ്റലാലിനിറ്റിയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി DSC കർവ് നമ്മൾ നോക്കുമ്പോൾ ക്രിസ്റ്റലാലിറ്റി പീക്ക് ആണെങ്കിൽ എക്സോതെർമിക് ആയിരിക്കും, മെൽറ്റിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എൻഡോതെർമിക് ആയിട്ടുള്ള പീക്ക് ആയിരിക്കും. നമുക്ക് നോക്കാം ഹീറ്റ് കപ്പാസിറ്റി എങ്ങനെ മെഷർ ചെയ്യാന്നുള്ളത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, DSC ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരെണ്ണത്തിൽ നമ്മൾ സാമ്പിള്, ഒരെണ്ണം നമ്മുടെ റെഫറൻസ് മെറ്റീരിയൽ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് പാനുകളെയും ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു കമ്പ്യൂട്ടറിനോട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ എന്ത് സംഭവിക്കും, ദ ഡിഫറൻസ് in heat output of two heaters against temperature is recorded in the computer. അപ്പോൾ ഹീറ്റ് അബ്സോർബ്ഡ് അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ നമുക്ക് പ്ലോട്ട് ചെയ്യും. ഇങ്ങനെ ഒരു പ്ലോട്ട് ആയിരിക്കും നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നുണ്ടാവുക. അതായത് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ റെഫറൻസ് ആൻഡ് സാമ്പിൾ ഈസ് മെഷേർഡ് ആൻഡ് the energy necessary to establish the zero temperature difference. അതിനെയാണ് നമ്മൾ ഇത് പറയുന്നത് ഹീറ്റ് എന്ന് പറയുന്നത്. അതിനു വേണ്ടി നമ്മൾ എന്തോരം എനർജി കൊടുത്തു, അതാണ് അടുത്ത ഹീറ്റ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് റെക്കോർഡഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ പ്ലോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഹീറ്റ് അബ്സോർബ് അഗെയിൻസ്റ്റ് എന്താണ്, ടെമ്പറേച്ചർ. അപ്പൊ ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലൈൻ പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ദിസ് area gives Q by T. Q by T. ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് which is equal to Q by T. Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് ബൈ ടൈം. ഇനി ഇതിൽ നമുക്ക് ഹീറ്റിംഗ് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഹീറ്റിംഗ് റേറ്റ് is equal to delta T by T. Delta T by T.
അതായത് ഹീറ്റ് ഫ്ലോനെ by dividing heat flow by heating, right? By dividing heat flow by heating rate, അതായത് Q by T divided by delta T by T. എന്താ കിട്ടുക നമുക്ക്? Q by delta T, which is called heat capacity. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിന്റെ DSC കർവ് എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. DSC കർവ് എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പിൾ എടുക്കുന്ന ഒരെണ്ണത്തിൽ പോളിമർ എടുക്കുന്ന ഒരെണ്ണത്തിൽ റെഫറൻസ് മെറ്റീരിയൽ, അതിനെ രണ്ടിനും നമ്മൾ എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്തപ്പോൾ അതിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് 0 ആക്കാൻ എന്തോരം എനർജി നമ്മൾ സപ്ലൈ ചെയ്തു, വിച്ച് ഈസ് റെക്കോർഡഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് കിട്ടുന്ന കർവ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്, അതായത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലൈനാണ് കിട്ടുക. അതിന്റെ ഏരിയ അണ്ടർ കാണിക്കുന്നത് എന്താ? Q/T ആണ്. അതായത് Q/T എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് ഫ്ലോ ആണ്. ഇനി ഹീറ്റിംഗ് റേറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ T/D. അപ്പൊ ഹീറ്റ് ഫ്ലോനെ ഹീറ്റിംഗ് റേറ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. സോ വി ഗെറ്റ് Q/delta T, വിച്ച് ഈസ് ഹീറ്റ് കപ്പാസിറ്റി CP. അങ്ങനെ നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ഹീറ്റ് കപ്പാസിറ്റി വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. On further heating the polymer to a certain temperature, the plot will shift downward. കണ്ടോ? ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ അതായത് ഇതാണ് നമ്മൾ ഹീറ്റ് സബ് കപ്പാസിറ്റിക്ക് വേണ്ടി നമുക്ക് പ്ലോട്ട് ചെയ്ത കർവാണ് ഇത് കിട്ടുന്നത്. വീണ്ടും നമ്മളൊരു കോൺസ്റ്റന്റ് റേറ്റിൽ ടെമ്പറേച്ചറിലോട്ട് പോളിമറിന് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് തന്നെ ഈ പ്ലോട്ട് ഡൗൺവേർഡ് വന്നിട്ട് വീണ്ടും കോൺസ്റ്റന്റ് വാല്യൂലോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് പീക്കൊന്നും കിട്ടുന്നില്ല, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു തന്നെയാണ് വരുന്നത്. അപ്പൊ ഒരു ട്രാൻസിഷൻ ഇവിടെ വന്നു, പിന്നീട് അത് എന്തായിട്ട് മാറി? കോൺസ്റ്റന്റ് ആയിട്ട് മാറി. അപ്പൊ ഇത് എക്സോ ആണ്, ഇതെന്താണ്? എൻറ്റോ ആണ്. മുകളിലോട്ട് എക്സോ, താഴോട്ട് എൻറ്റോ. That is, there is an increase in heat capacity of polymer. എന്തുകൊണ്ടാണ് ഹീറ്റ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്? Because the polymer is gone through a glass transition. The polymer is gone through a glass transition. Because of this change in heat capacity that occur in glass transition, we can measure the polymer's glass transition temperature. അതായത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഹീറ്റ് കപ്പാസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയ പ്ലോട്ട്. ഇനി നമ്മൾ അതിനൊരു കോൺസ്റ്റന്റ് റേറ്റിലോട്ട്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലോട്ട്, അതായത് സെർട്ടൈൻ ടെമ്പറേച്ചറിലോട്ട് ഹീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് പെട്ടെന്ന് തന്നെ ഡൗൺവേർഡിലോട്ട് വന്ന് വേറൊരു ലൈൻ നമുക്ക്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലൈൻ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്ത ആ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ആ ടെമ്പറേച്ചറിനെ പറയുന്നതാണ് എന്ത്? ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി ഇവിടെ കൂടും. ആ വാല്യൂ നിങ്ങൾ എടുക്കുമ്പോൾ അറിയാം, Q/T/delta T/T എടുക്കുമ്പോൾ ഹീറ്റ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻക്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചറിൽ അത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് സെക്കൻഡ് അപ്ലിക്കേഷൻ, ദ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺസ്റ്റന്റ് ലൈൻ ഉണ്ട്, അതിൽ നിന്ന് Q/T കിട്ടും. Q/T/delta T/T ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? Q/delta T. അതായത് അവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി ആണ്. ഇനി വീണ്ടും നമ്മൾ ഈ സാമ്പിളിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു സെർട്ടൈൻ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഡൗൺവേർഡ് വന്ന് വീണ്ടും കോൺസ്റ്റന്റ് വാല്യൂ ആവും. അപ്പോൾ ആ ഡൗൺവേർഡ് വരുന്ന ആ ടെമ്പറേച്ചർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അപ്പോൾ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എങ്ങനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം? ഡൗൺവേർഡ് വരാമെന്ന് പറയുമ്പോൾ അവിടെ ഹീറ്റ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാണ്. നിങ്ങൾ ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും അവിടെ ഹീറ്റ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്.
അപ്പോൾ ആ ഹീറ്റ് കപ്പാസിറ്റി ചേഞ്ച് ചെയ്യുന്നത് എവിടെയാണ്? ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് ഹീറ്റ് കപ്പാസിറ്റി ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് DSC വെച്ച് പോളിമറിന്റെ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇനി മൂന്നാമത് ക്രിസ്റ്റലൈസേഷൻ. ഇനി എങ്ങനെയാണ് ക്രിസ്റ്റലൈസേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്? ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ കഴിയുമ്പോൾ ഒരു ടെമ്പറേച്ചർ അത് റീച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഇത് ഓർഡേർഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റിലോട്ട് വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഇനി ക്രിസ്റ്റലാലിറ്റി ടെമ്പറേച്ചർ വരുമ്പോൾ നമുക്ക് അവിടെ കറസ്പോണ്ടിങ് ആയിട്ടൊരു പീക്ക് കാണാനായിട്ട് പറ്റും. അതായത് ക്രിസ്റ്റലൈസേഷൻ നടന്നു കഴിയുമ്പോൾ ഹീറ്റ് എന്ത് ചെയ്യുക? ഹീറ്റ് എലിമിനേറ്റ് ചെയ്യുക, അതായത് ഹീറ്റ് എമിറ്റ് ചെയ്യാണ് ചെയ്യുക. അതായത് അവിടെ കറസ്പോണ്ടിങ് ആയിട്ടൊരു എക്സോതെർമിക് ആയിട്ടുള്ള പീക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ അതിന്റെ ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആദ്യം നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി കണ്ടു, ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ കിട്ടി, അതിനുശേഷം നമ്മൾ ഫർദർ ഹീറ്റ് ചെയ്യാണ്. അങ്ങനെ ഫർദർ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു റൈറ്റ് ടെമ്പറേച്ചർ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? അതൊരു ഓർഡർ അറേഞ്ച്മെന്റിലോട്ട് വരും. അതാണ് നമ്മൾ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അങ്ങനെ ക്രിസ്റ്റലൈസേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ എന്താണ്? ഹീറ്റ് എന്ന് പറയുന്നത് എമിറ്റ് ചെയ്യാണ്. അപ്പൊ ആ കോൺസ്റ്റന്റ് പീക്കിന് പകരം നമുക്ക് എന്ത് കിട്ടും? ഒരു എക്സോതെർമിക് ആയിട്ടുള്ള പീക്ക് കിട്ടും. ആ ടെമ്പറേച്ചർ ആണ് അതിന്റെ എന്ത് പറയുന്നത്? ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇത്രയാണ് അതിന് ക്രിസ്റ്റൽ. അപ്പോൾ ഒരേ ഇതിൽ തന്നെ, ഒറ്റ ഇതിൽ തന്നെ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കാം? ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം. അതുപോലെ ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി വീണ്ടും നമ്മൾ അത് ഹീറ്റ് ചെയ്യാന്ന് വെക്കുക, ആ പോളിമറിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ മെൽറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം ക്രിസ്റ്റൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? മെൽറ്റ് ചെയ്യും അല്ലെ? നമ്മളിപ്പോൾ ഫേസ് ഡയഗ്രം ഒക്കെ ചെയ്യുമ്പോൾ നാഫ്തലിനെ എടുത്തു, നാഫ്തലിനെ ഹീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? അത് മെൽറ്റ് ചെയ്യും അല്ലെ? അതേപോലെ തന്നെ ക്രിസ്റ്റലിനെ വീണ്ടും നമ്മൾ ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ കഴിഞ്ഞ് ഹീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? അതെന്ത് ചെയ്യും? മെൽറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മെൽറ്റിംഗ് ടെമ്പറേച്ചറും DSC വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മെൽറ്റിംഗ് ടെമ്പറേച്ചർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മെൽറ്റിംഗ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹീറ്റ് എന്ന് പറയുന്ന അബ്സോർബ് ചെയ്യാണ്. അപ്പോൾ ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ കഴിഞ്ഞ് വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു എൻഡോതെർമിക് പീക്ക് കിട്ടും. ആ എൻഡോതെർമിക് പീക്ക് എവിടെയാണ് കിട്ടുന്നത്? ആ ടെമ്പറേച്ചർ ആണ് സാമ്പിളിന്റെ എന്തെന്ന് പറയുന്നത്? മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടാണ് വരിക. വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കുറഞ്ഞിട്ട് വീണ്ടും കോൺസ്റ്റന്റ് ആവും. ആ കുറയുന്ന ആ ടെമ്പറേച്ചർ ആണ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അത് കഴിഞ്ഞ് വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആവും. അതാണ് ക്രിസ്റ്റല്. ആ ക്രിസ്റ്റലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഒരു എക്സോതെർമിക് ആയിട്ടുള്ള പീക്ക് കിട്ടും. ആ എക്സോതെർമിക് പീക്ക് കിട്ടുന്ന ടെമ്പറേച്ചറിനെയാണ് ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. വീണ്ടും ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് ശേഷം നമ്മൾ ഹീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു എൻഡോതെർമിക് ആയിട്ടുള്ള പീക്ക് കിട്ടും. എൻഡോതെർമിക് പീക്ക് കിട്ടുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. കണ്ടോ? ഇതാണ് എല്ലാം കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതായത് ഹീറ്റ് ഫ്ലോ അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ ആണ്. ആദ്യം നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ വന്നു ഹീറ്റ് കപ്പാസിറ്റിക്ക്. പിന്നെ എന്ത് സംഭവിച്ചു? വീണ്ടും ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഡൗൺവേർഡ് വന്ന് കോൺസ്റ്റന്റ് ആവും. ഇതാണ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ക്രിസ്റ്റലൈസേഷൻ നടക്കും. അവിടെ നമുക്കൊരു എക്സോതെർമിക് പീക്ക് കിട്ടും. അതാണ് ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ. വീണ്ടും ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എന്ത് സംഭവിക്കും? മെൽറ്റിംഗ് ടെമ്പറേച്ചർ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു എൻഡോതെർമിക് പീക്ക് കിട്ടും. ഇതാണ് ഒറ്റ ഗ്രാഫിൽ നമുക്ക് ഈ നാലും കൂടി വരയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി കാണാം, ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഡിറ്റർമിൻ ചെയ്യാം, അതേപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കാം? ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം, മെൽറ്റിംഗ് പോയിന്റ് ടെമ്പറേച്ചറും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് DSCയുടെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ DSC എന്താണെന്ന് പഠിക്കുക. അതിന്റെ DSC കർവ്, അതിന്റെ ഇൻസ്ട്രുമെന്റ് രണ്ടെണ്ണം ഉണ്ട്, ഹീറ്റ് ഫ്ലക്സും പവർ കോമ്പൻസേഷൻ മെത്തേഡും, പിന്നെ അതിന്റെ അപ്ലിക്കേഷൻസ്.